എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസ പട്ടികയിലെ അപാകതകൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ദുരിതബാധിതർ തിരുവനന്തപുരത്ത് നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. എൻഡോസൾഫാൻ ദുരിതബാധിതർ തിരുവനന്തപുരത്ത് നടത്തുന്ന അനിശ്ചിതകാല പട്ടിണി സമരം ഒത്തുതീർപ്പാക്കാൻ ചർച്ച വിളിച്ച സാഹചര്യത്തിലാണ് നടപടി. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പട്ടികയിലെ എണ്ണം സംബന്ധിച്ച് അവ്യക്തത പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എൻഡോസൾഫാൻ നോഡൽ ഓഫീസർ കൂടിയായ ഡോക്ടർ മുഹമ്മദ് അശീലിനാണ് കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഫെബ്രുവരി 3-ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കും. എൻഡോസൾഫാൻ സെൽ യോഗം ദുരിതബാധിതരുടെ പ്രതിഷേധം മൂലം മാറ്റിവെച്ച സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് റിപ്പോർട്ട് നൽകാനാണ് മന്ത്രി കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ദുരിതബാധിതർക്കായി നടപ്പാക്കാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനം കൈക്കൊള്ളണമെന്നും ഇതിന് കാലതാമസം സംഭവിച്ചതിനെക്കുറിച്ച് റിപ്പോർട്ട് നൽകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സഹായധനത്തിനു വേണ്ടി സർക്കാർ അനുവദിച്ച ഫണ്ടാണ് കടബാധിതർക്കായി ഉപയോഗിക്കുക. ബാങ്കുകൾ ഇതിനായി പലിശ എഴുതിത്തള്ളുമെന്നും അറിയിച്ചിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് എൻഡോസൾഫാൻ വിഷയം പ്രതിപക്ഷം ശക്തമായി ആയുധമാക്കി മാറ്റുമെന്ന സൂചനയെ തുടർന്നാണ് അടിയന്തര നടപടി. പ്രശ്നം ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ തന്നെ അനിശ്ചിതകാല നിരാഹാര സമരത്തിന് മുന്നിട്ടിറങ്ങുമെന്ന ആശങ്കയും സർക്കാരിനുണ്ട്. KB ബൈജു, റിപ്പോർട്ടർ, കാസർഗോഡ്.